ഫുട്ബോൾ ലോകം വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് മാറുമ്പോൾ കേരളക്കരയിലെ ഫുട്ബോൾ ഫനാറ്റിക്സിനെ മുന്നിൽ നിന്ന് നയിക്കാൻ തന്നെ റാഫ് ടോക്സ് തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം നിങ്ങളെല്ലാവരും തന്ന സ്നേഹമാണ് നമ്മളെ 1 മില്യണിന് മുകളിലുള്ള സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിലേക്ക് എത്തിച്ചത്. നമ്മുടെ അഭിമാനമാണ്. നമ്മൾ കായിക പ്രേമികളുടെ, ഫുട്ബോൾ പ്രേമികളുടെ അഭിമാനമാണ് ഈ ചാനൽ. കാരണം ഒരു സ്പോർട്സ് ചാനലിന് 100K പോലും എത്താൻ പറ്റില്ല എന്ന് വിധി എഴുതിയ പലരും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് 1 മില്യണിലേക്ക് എത്തിയില്ലേ. അപ്പോൾ വീണ്ടും ഒരു വേൾഡ് കപ്പ് വരുമ്പോൾ വേൾഡ് കപ്പ് ആവേശത്തിന് നിങ്ങളോടൊപ്പം മുന്നിൽ നിന്ന് നയിക്കാൻ തന്നെയാണ് തീരുമാനം. ഒരുമിച്ച് പോകാം നമുക്ക് വേൾഡ് കപ്പിന്. അപ്പോൾ വേൾഡ് കപ്പ് സ്പെഷ്യൽ എന്ന രൂപത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ചാനൽ, റാഫ് ടോക്ക് പോഡ്കാസ്റ്റ് ചാനൽ, പൂർണ്ണമായും വേൾഡ് കപ്പ് കാര്യങ്ങളാണ് നമ്മൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ റാഫ് ടോക്കിൽ വാർത്തകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാൽ റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ കുറച്ചുകൂടി വിശദമായിട്ടുള്ള ഡിസ്കഷൻസും ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ് പങ്കുവെക്കുന്നത്. വേൾഡ് കപ്പാണ്, ഫുള്ളി ഫോക്കസ്ഡ് ഓൺ വേൾഡ് കപ്പ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ്, നിരവധി സുഹൃത്തുക്കൾ കമ്മ്യൂണിറ്റി ടാബിൽ അവരുടെ കളിയാവേശം പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ റാഫ് ടോക്സ് പോഡ്കാസ്റ്റിൻ്റെ ഈ കമ്മ്യൂണിറ്റി ടാബ് നമുക്കെല്ലാവർക്കും ഉള്ള ഒരു സ്പേസാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഒരു ചർച്ചയ്ക്ക് വെക്കുന്ന കാര്യം, നെയ്മർ ജൂനിയറുടെ ആഘോഷം കണ്ട നിങ്ങൾ, ആവേശം കണ്ട നിങ്ങൾ, ആ വേൾഡ് കപ്പിൽ കോളപ്പ് കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കരച്ചിലാണ്. എന്തൊക്കെ സീനുകളാണെന്നേ നമ്മളൊക്കെ കണ്ടത്. നിങ്ങളൊക്കെ ഒരു പക്ഷേ ഇപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും. ഗ്ലോബൽ വിശദമായിട്ടത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. നോക്കുക, ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം ഗോൾ അടിച്ചിട്ടുള്ള കളിക്കാരനാണ് നെയ്മർ ജൂനിയർ. ആ നെയ്മർ ജൂനിയറാണ് വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് താൻ ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ ഇങ്ങനെ കാത്തിരിക്കുന്നത്. അയാൾക്ക് ഈ വേൾഡ് കപ്പിന് പോകണം എന്നുള്ളത് എത്രത്തോളം ഹൃദയത്തിൽ കുറിച്ചിട്ടിരുന്നു എന്ന് കാണിക്കുന്ന സീനാണത്. നെയ്മറുടെ പേര് വിളിക്കുമ്പോൾ അവിടുത്തെ ആരാധകർ മുഴുവനും ആഘോഷത്തിമിർപ്പിലാകുന്നത് ഇന്നലെ നമ്മൾ റിയോ ഡി ജനീറോയിൽ നിന്ന് കണ്ടെങ്കിൽ, അതേസമയം നെയ്മറുടെ വീട്ടിൽ എന്ത് സംഭവിച്ചു അതാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. കണ്ണുനീരിൽ നെയ്മർ റാഫീഞ്ഞയെ കോൾ ചെയ്യുന്നു. ഓരോ നിമിഷങ്ങളുണ്ടല്ലോ ഇങ്ങനെ രോമാഞ്ചം തോന്നുന്നതാണ്. നെയ്മറുടെ വീട്ടിൽ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നു. നെയ്മർ ഇങ്ങനെ വളരെ അസ്വസ്ഥനായിട്ട് ടെൻസ്ഡ് അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആഞ്ചലോട്ടി ഇങ്ങനെ ഓരോ പേരിങ്ങനെ സ്ക്വാഡിലേക്ക് ഇങ്ങനെ വിളിക്കുന്നു. അപ്പോൾ താരങ്ങളുടെ പേര്, ഫോർവേഡ്മാരുടെ പേര് ഗബ്രിയൽ മാർട്ടിനെല്ലി, ആഴ്സണൽ, ഇങ്ങനെ പറയുന്നു, ഇഗോർ തിയാഗോ ബ്രൻഫോർഡ് എന്നൊക്കെ പറയുമ്പോൾ നെയ്മർ ഇങ്ങനെ ഇരിക്കുകയാണ്. നെയ്മറോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടെയുണ്ട്, ബ്രൂണോ ബിയൻകാടി. അവരും വല്ലാത്ത ഒരു അസ്വസ്ഥതയിലും ടെൻഷനിലുമാണ്. നെയ്മറുടെ പേരെങ്ങാനും വരില്ലേ. അപ്പോൾ വരുന്നു അടുത്ത പേര്, മാത്യൂസ് കുഞ്ഞ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇനി എന്ത് നെയ്മർ ജൂനിയർ സാന്റോസ് എന്ന് പറയുന്നതും ആ വീട്ടിലങ്ങ് ആഘോഷ തിമിർപ്പാണ്. നെയ്മർ ജൂനിയർ സന്തോഷം കാണിച്ചിട്ട് പിന്നെ അദ്ദേഹം ഇങ്ങനെ കണ്ണ് പൊത്തിയിട്ട് ഒക്കെയുള്ളൊരു ഒരു ആനന്ദാശ്രു, കരച്ചിലങ്ങ് വന്നിട്ട് കൂടെ ഇരിക്കുന്ന പാർട്ട്ണർ എഴുന്നേറ്റ് പോകുന്നു. അവർ കരയുന്ന ശബ്ദം കേൾക്കുന്നു. ലിറ്ററലി ഏങ്ങി കരയുകയാണ്. കാരണം എന്താ അറിയോ, അത്രയധികം കൊതിച്ചതാണിത്. വേൾഡ് കപ്പിന് പോകണമെന്ന് അത്രയധികം കൊതിച്ചതാണ്. ആഞ്ചലോട്ടി എങ്ങാനും സ്ക്വാഡിൽ എടുക്കില്ലേ എന്ന ആശങ്ക അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ആ പേരങ്ങ് വിളിക്കുന്നത്. സന്തോഷത്തിന്റെ പാരമ്യതയിലേക്ക്, പരകോടിയിലേക്ക് നെയ്മർ ജൂനിയർ മാറുന്നു. നെയ്മർ അവിടെ ഇരിക്കുമ്പോൾ ഓരോ ഫ്രണ്ട്സ് വന്നിട്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു, അദ്ദേഹത്തിന് കൺഗ്രാജുലേഷൻ കൊടുക്കുന്നു. അദ്ദേഹം നേരെ എഴുന്നേറ്റ് പോയിട്ട് ചെയ്തെന്താണെന്നറിയോ നിങ്ങൾക്ക്? അദ്ദേഹം പോയിട്ട് കെട്ടിപ്പിടിക്കുന്ന ആ ഫിസിയോയാണ്. നമ്മളത് നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും ഹഗ്ഗൊക്കെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാവിന് ഹഗ്ഗ് കൊടുക്കുന്നു. അതിനുശേഷമുണ്ടല്ലോ റാഫീഞ്ഞയെ വിളിക്കുന്നു. വീഡിയോ കോളിൽ റാഫീഞ്ഞയെ വിളിക്കുകയാണ്. റഫ, ഞാനും ഉണ്ട് നിന്റെ കൂടെ വേൾഡ് കപ്പിന്, നമ്മളിത് നേടുവടാ, നമ്മൾ ഈ കിരീടം ചൂടും എന്ന് പറയുന്ന നെയ്മർ, നമ്മളിത് ജയിച്ചിരിക്കും എന്ന് പറയുന്ന നെയ്മർ കരയുകയാണ്. അത് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് കരച്ചിലടങ്ങുന്നില്ല. പിന്നെ പിതാവിനെ വിളിക്കുന്നു. നെയ്മർ സീനിയറെ വിളിച്ചിട്ട് അദ്ദേഹം, ഡാഡ്, നമ്മൾ നേടിക്കഴിഞ്ഞു എന്ന് പറയുന്നു. വല്ലാത്ത സീനുകളാണ് നെയ്മർ ജൂനിയറുടെ വീട്ടിൽ നിന്ന് കണ്ടിട്ടുള്ളത്. ഏതായാലും അത്രയധികം സപ്പോർട്ട് എല്ലായിടത്തു നിന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു.
അദ്ദേഹം ഈ ഒരു സ്ക്വാഡിലേക്കുള്ള കോളപ്പിൽ അത്രയധികം സന്തോഷവുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം പിന്നീട് വന്നു. അദ്ദേഹം പറഞ്ഞു, മറ്റൊരു വേൾഡ് കപ്പ് കൂടി കളിക്കാൻ കഴിയുക എന്നുള്ളത് എനിക്ക് വളരെ ഇൻക്രെഡിബിളാണ്. ഈ കരച്ചിലുണ്ടല്ലോ, ഇത് പ്യുവർ ഹാപ്പിനെസ്സിൻ്റെ ഭാഗമാണ്. എല്ലാ ബ്രസീലുകാർക്കും, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ദേശീയ ടീമിലേക്ക് എന്നെ തിരികെ വിളിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ആ ഒരു അഫെക്ഷൻ, ആരാധകരുടെ അഫെക്ഷൻ കാണുന്നത് ട്രൂലി അമേസിംഗ് ആണ്. നമ്മളൊക്കെ ഒന്നാണ്. നമുക്ക് നമ്മുടെ ജീവൻ കൊടുക്കണം ബ്രസീലിനെ വീണ്ടും വേൾഡ് കപ്പ് കിരീടത്തിലെത്തിക്കാൻ വേണ്ടി. ഐ ഹോപ്പ് ടു എൻഡ് ദി സ്റ്റോറി പെർഫെക്റ്റ്ലി. മനോഹരമായിട്ട് കിരീടം ചൂടിക്കൊണ്ട് ഈ കഥയെ അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ വേൾഡ് കപ്പ് സ്ക്വാഡിലെത്തുക എന്നുള്ള എൻ്റെ ഗോൾ ഞാൻ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. സെലക്കാവോയിലേക്ക് ഞാൻ മടങ്ങിയെത്തിയിരിക്കുന്നു. വേൾഡ് കപ്പിന് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് വലിയ സന്തോഷത്തിലാണ്. പിന്നെ തീർച്ചയായിട്ടും നെയ്മർ ജൂനിയറുടെ സന്തോഷം ആരാധകർ ഏറ്റെടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ വേണ്ടത് വേൾഡ് കപ്പിൽ നെയ്മറുടെ പൊളിച്ചെടുക്കലാണ്. ഇനിയിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ? ഇനി കണ്ടിട്ടില്ലെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാം. നെയ്മറുടെ ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കുമ്പോൾ ആഘോഷം നെയ്മറും ഭാര്യയും കൂടി കാണിക്കുന്നുണ്ട്. അല്ലാതെ ത്രൂ ഔട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ വേൾഡ് കപ്പിന് പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയിലുണ്ട്. കാണേണ്ട കാഴ്ചയാണ്. നെയ്മർ ആരാധകർ അത് കണ്ടിരിക്കണം. ആ മനുഷ്യൻ എത്രത്തോളം ഈ വേൾഡ് കപ്പിന് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് കാണാൻ പറ്റും. അതൊക്കെ കാണുമ്പോഴേ ഈ കിരീടം ആ സുൽത്താൻ്റെ തലയിലങ്ങ് വെക്കാൻ പറ്റിയാൽ അത് വല്ലാത്ത ഒന്നായിരിക്കും. സാധിക്കുമോ? കാത്തിരുന്ന് കാണാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തും.